സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ കാണാറില്ല, എന്നാലും ഇന്നലെ യാദൃച്ഛികമായിട്ട് ഇന്റർവ്യൂസിലൊക്കെ വന്നതുകൊണ്ട് ഞാൻ കണ്ടതാണ്, കൂടുതലും വീഡിയോസ് വന്നുകൊണ്ട് കണ്ടതാണ്. അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ലൈവ് സ്ട്രീമറായിട്ടുള്ള ഗെയിമറായിട്ടുള്ള MRZയുടെ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന, അപരനാമത്തിൽ അറിയപ്പെടുന്ന നിഹാദ് എന്ന് പറയുന്ന പയ്യന്റെ കൂട്ടത്തിൽ കുറച്ച് ഗ്യാങ് ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈ ഗ്യാങ്ങിൽ ഒരു പയ്യനുണ്ട്, അതായത് നേരെ ചൊവ്വേ നിന്ന് മുള്ളാൻ പോലും അറിയാത്ത ഒരു ഊള വാണ ചെറുക്കൻ. അവന്റെ പേരാണ് മമ്മു. ഇവൻ എത്ര വയസ്സുണ്ട് എന്നൊന്നും അറിയില്ല, ഒരു മുട്ടയൊക്കെ അടിച്ചൊരു പയ്യൻ. അപ്പോൾ ഇവൻ തൊപ്പിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്റർവ്യൂവിൽ, അതായത് വെറൈറ്റി മീഡിയ സംഘടിപ്പിച്ച ഒരു ഇന്റർവ്യൂവിൽ മമ്മു എന്ന് പറയുന്നവനെ വിളിച്ചിരുത്തുകയും, ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അവതാരികയായിട്ട് വന്നിരിക്കുന്നത്. ആ പെൺകുട്ടി കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്ന മറുപടികളുമാണ് ഇപ്പോൾ എയർലൈൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതിൽ ഇവൻ പറയുന്ന ഒരു കാര്യം, ഇവന്റെ ചില ഹോബികളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നേരെ ചൊവ്വേ നിന്ന് മുള്ളാൻ പോലും ഒരു വാണ ചെറുക്കനാണ്. ഇവന്റെ ഹോബികളെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ജനലിന്റെ ഈ ഡോറൊക്കെ അടിച്ച് പൊട്ടിക്കുക, പിന്നെ കുളിസീൻ പിടിക്കുക, പിന്നെ ഇങ്ങനെ നോക്കി ഓരോന്നൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെയാണ് ഇവന്റെ മെയിൻ. അപ്പോൾ ഇതിനെ ആ പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം, ഇത് ഇന്റർവ്യൂ ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് തോന്നിപ്പോ. ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകുട്ടിയാണ്, എന്നിട്ട് അവൾ വന്നിരുന്ന് ചോദിക്കുന്നത് അത് വേറെ കാര്യമുണ്ട്. ആ പെൺകുട്ടിയെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. മറ്റാർക്കോ വേണ്ടിയിട്ട് അവർ എഴുതി കൊടുത്തൊരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടി ഇരുന്ന് വായിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കത് കാണുമ്പോഴേ അറിയാം. ആ പെൺകുട്ടി പക്ഷേ വലിയ രീതിയിൽ അങ്ങ് തെറ്റാണ് പറയുന്നത് മനസ്സിലായിട്ടും ആ പെൺകുട്ടി വീണ്ടും വീണ്ടും അങ്ങോട്ട് കുത്തി ചോദിക്കുകയാണ്, കുളിസീനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ടുണ്ടോ, അയ്യോ ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ കേൾക്കാനായിട്ട് താല്പര്യമുള്ള രീതിയിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. അതപ്പതിച്ച ഒരു ഇന്റർവ്യൂ, അതായത് ഇത് ലൈവ് പരിപാടിയല്ല, നേരത്തെ എടുത്ത് വെച്ചതിന് ശേഷം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കയറ്റി വെച്ചൊരു ഇന്റർവ്യൂ. അതിട്ടിട്ട് അപ്പം തന്നെ ഒരു ഡിലീറ്റും ചെയ്തിട്ട് മുങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെറൈറ്റി മീഡിയയുടെ വീഡിയോസിൽ ആ ഒരു വീഡിയോ ഇല്ല, അത് അവരപ്പം തന്നെ വിവാദമായതോടുകൂടി അപ്പം തന്നെ റിമൂവ് ചെയ്തു, അല്ലെ പണി കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ചെറുക്കൻ വന്നിരുന്ന് പറയുന്ന ഒരു കാര്യം, പിന്നീട് അതിന് ശേഷം ഈ നിഹാദ് എന്ന പേരിലുള്ള, അല്ലെങ്കിൽ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന നിഹാദിന്റെ ലൈവ് കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിൽ നിഹാദ് ഈ പറയുന്ന കുറച്ച് വെള്ളപൂശനായിട്ട് സംസാരിക്കുന്നു, അതേപോലെ തന്നെ ഇവന്റെ ഗ്യാങ്ങിൽ നിന്ന് ഔട്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ പറയുന്ന മമ്മു എന്ന് പറയുന്ന ചെറുക്കന്റെ മെയിൻ പരിപാടി, കലാപരിപാടികൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതെനിക്ക് വീഡിയോ, ഈ വെറൈറ്റി മീഡിയയുടെ ഫുൾ വീഡിയോ കിട്ടില്ല. ഞാനിതിപ്പോൾ ഒരു മല്ലു രസികൻ എന്ന് പറയുന്ന ഒരു ട്രോളറിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം മമ്മു, നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം. ആരുടെ തൊപ്പി, ആരുടെ മമ്മു? നിന്റെ സ്വന്തം എന്ന് പറയടി മോളെ. നമ്മുടെ സ്വന്തം എന്നൊക്കെ എന്തിനാ പറയുക? നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്, അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഊള പരിപാടികളൊന്നും കാണാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ട് നിന്റെ സ്വന്തം എന്നൊക്കെ പറഞ്ഞാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ബാക്കിയുണ്ട് നോക്കാം. വെച്ചാൽ എല്ലാ ആൾക്കാരും വെറുപ്പിക്കും. അവൻ്റെ സ്വയമേ ഉള്ളൊരു പുകഴ്ത്തൽ, ഇങ്ങനെ കണ്ണടിയൊക്കെ വെച്ചുകൊണ്ടൊരു ഇരിപ്പുമൊക്കെ. ഇവനെയൊക്കെ അടിച്ച് അവൻ്റെ പല്ല് താഴെ ഇടണം. ചെറുക്കൻ കൊച്ചി ഇറക്കാനാണെന്നൊക്കെ വിചാരിച്ച് നമ്മളൊക്കെ വെറുതെ വിടും. ഇവൻ്റെയൊക്കെ വായിന്ന് വരുന്ന ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്ന് പറയുന്നതേ തന്തയ്ക്ക് പിറക്കാഴിയാണ് അവനോട് ഇരുന്നോട് പറയുന്നത്. ബാക്കി കണ്ടു നോക്കാം. എന്നാൽ അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ, നാട്ടുകാർ എത്രമാത്രം വെറുപ്പിച്ച് എന്താ ചെയ്ത്? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് പൊളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് പൊളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അപ്പൊ അതൊക്കെ ഇതാക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസീനൊക്കെ ആയാലും മമ്മു ബെസ്റ്റാ. അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത്. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ ഒപ്പം വേറൊരുത്തനും കൂടെ ഉണ്ട്. ഒരാള് ഞാൻ അവനോട് പറയടാ, വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. അങ്ങനെ കൊറേ വീട്ടിൽ പോയിട്ട്. രാത്രിയാണോ പോവാ? രാത്രിക്കൊന്നല്ല, പകൽ തന്നെ പോകും. കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട വീടിന് പുറത്തായിരിക്കും, ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ. അപ്പൊ പുറത്തുനിന്ന് പോയി ഒളിനോക്കും. കണ്ടില്ലേ, കൊച്ചു പിള്ളേരാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വളർത്തുന്നതായിരിക്കും ഇവരുടെ വീട്ടുകാരൊക്കെ. പക്ഷേ ഇവൻ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. കണ്ണൂരിൽ പല വീടുകളും ഇവൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവനെതിരെ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുകയാണ് ഈ സമയത്ത്. കാരണം ഇങ്ങനെയുള്ള തന്തിക്ക് പിറക്കാഴിക പറയുന്നവന്മാർ വലുതായി കഴിഞ്ഞാൽ എന്താവും അല്ലേ? ഇവൻ്റെ വീടിനടുത്തുള്ള, അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് പോലും നേരെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുമല്ലോ. ആ അമ്മയെ ഒന്ന് പേടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇവൻ കൂട്ടുകാരെ കൊണ്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ ഒന്ന് പേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മുന്നിലിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് പോലും അവളുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ ഇവളെ നല്ല അടി കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അവതാരിക എന്ന് പറഞ്ഞിട്ട് എന്ത് അപരാധവും വന്നിരുന്ന് പറയാമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഇന്റർവ്യൂസ് അതിര് കിടക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പലരും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്.
ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക മറ്റേ വർത്തമാനം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെ വിളിച്ചിരുത്തുക, അതോടൊപ്പം തന്നെ ഒരു അവതാരിക ഇരുത്തുക. പെൺകുട്ടികളാകുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര റീച്ച് ആവുമല്ലോ, കുറേയൊക്കെ അങ്ങ് റീൽസ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര റീച്ച് ആവുമല്ലോ. അവനോ അറിവും പൊക്കണോ ഇല്ല, പെൺകുട്ടിയായിട്ടുള്ള നിനക്ക് പോലും ഇത്ര വിവരമില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടോ വല്ലാത്തൊരു കഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പിന്നാലെ നിഹാദ് എന്ന് പറയുന്ന തൊപ്പി എന്ന് പറയുന്ന അവൻ ഒരു ലൈവ് പോവുകയുണ്ടായി, അവൻ്റെ ഗ്യാങ്ങിൽ നിന്ന് ഇവനെ പുറത്താക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് ഇവൻ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് എന്നെ പുറത്താക്കില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ട്. ഇച്ചിമുള്ളിയായിട്ടുള്ള ഈ വാണ ചെറുക്കനെയൊക്കെ എന്തോ ചെയ്യണമെന്ന് പറ. തോന്നിവാസമല്ലേ ഇവൻ വന്നിരുന്നു പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചാലും ഇവനൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല, അത്രയ്ക്ക് വിവരമില്ലാത്തൊരു ചെറുക്കനാണ് ഇവൻ. വിവരക്കേട് ഇവന് എനിക്ക് തോന്നുന്നു കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ റീച്ച് ആകാം എന്നുള്ളൊരു വിചാരം ഉണ്ടാകും. കാരണം ഇവൻ നിൽക്കുന്നതും അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ്, അവനെ തെറ്റു പറയാൻ പറ്റില്ല. അവൻ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് അവനും ഇൻഫ്ലുവൻസ് ആയതാണ് അതിൽ. നമുക്കറിയാം ഈ ടെക്കി എന്ന് പറയുന്ന സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അവനൊരു തന്തയ്ക്ക് പുറക്കാഴിയെ കാണിച്ചപ്പോൾ അവനെ പോലീസും അത് MVD ഒക്കെ പൊക്കി അല്ലേ. അപ്പോൾ അവന് കുറേയൊക്കെ റീച്ച് കിട്ടി. അതിനുശേഷം തൊപ്പിയും ഇതുപോലെ ഗൺ പോയിന്റിൽ നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിരുന്നു, അപകടങ്ങൾ ഉണ്ടാക്കുന്നു, വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് റീച്ച് കിട്ടും എന്നുള്ളത് കണ്ടിട്ട് അതിൽ കൂടി ഇവൻ ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്കും ഇൻഫ്ലുവൻസർ ആവാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്കൊരു ചാനൽ തുടങ്ങിയ റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെറുക്കൻ ചെയ്ത പരിപാടിയായിരിക്കും. അപ്പോൾ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം തൊപ്പിയുടെ ലൈവ് ഞാൻ കാണാനിടയുണ്ട്. ആ ലൈവിൽ എന്താണ് തൊപ്പി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ലൈവാരും പ്രതീക്ഷിക്കണ്ട, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എന്താ സീൻ, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വെറുതെ ചോദിക്കുന്നതായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയില്ല. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ അവൻ ഒരു ഇൻ്റർവ്യൂവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുളിസീൻ എത്തി നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു. അത് എല്ലാവരും ബാധിച്ചു, ഗ്യാങ്ങിൽ എല്ലാവരും ബാധിച്ചു. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ഇത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, മറിച്ച് എൻ്റെ സ്വന്തം ഇതല്ല, കമ്പനി അല്ല. എൻ്റെ മോനെ എത്ര ആൾക്കാരാണ് റിയാക്ട് ചെയ്താലേ, എത്ര ആൾക്കാർ ഇത് കാത്തിരിക്കുന്ന ആൾക്കാരല്ലേ. അല്ല അധികം കൂടുതലും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ആൾക്കാർ തന്നെയാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ ചില ആൾക്കാർ സമയത്തിന് കാത്തിരുന്നിട്ടുണ്ട്. അത് ഞാൻ പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു ബാഡ്, ഇത് എന്നെ സംബന്ധിച്ച് ഒരു ബാഡ് സംഭവം വരാൻ കാത്തിരുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് മനസ്സിലായത്, അത് കറക്റ്റ് എനിക്ക് ഇതിലൂടെ എനിക്ക് മനസ്സിലായി. അത് നന്നായി, ഒരു കണക്കിന് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവൻ ഇപ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക്, മമ്മ ഇപ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക് കംപ്ലീറ്റ്ലി എൻ്റെ മാത്രം മിസ്റ്റേക്ക്. എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞാലും നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു, എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നില്ല, എനിക്ക് വിഷമം വന്നത് കാണുമ്പോൾ. നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. അവൻ്റെ പട്ടി മോങ്ങുന്ന പോലെയുള്ള മോങ്ങൽ കണ്ടില്ലേ, മോങ്ങിക്കൊണ്ട് താഴേക്ക് വന്നിട്ട് ഞാൻ അറിയാതെ ചെയ്തതാ, എന്നോട് ക്ഷമിക്കണേ, ജനങ്ങൾ എന്നോട് ക്ഷമിക്കണേ. എടാ അറിയാതെ എന്ത് ചെയ്തടാ നീ? നിന്നെ പോലെയുള്ളൊരു ചെറുക്കനെയൊക്കെ വീട്ടിൽ വളർത്തുമ്പോൾ അവരും പേടിക്കണ്ടേ? അവരും പേടിച്ചായിരിക്കുമല്ലോ ജീവിക്കുന്നത്. എന്തൊരു കഷ്ടമായിരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ബാക്കി അവൻ്റെ അഭിനയം ഒന്ന് കണ്ടു നോക്കാം, ഓസ്കാർ ലെവൽ ആക്ടിങ് ആണ്. തൊപ്പി ഇതിനെന്താ പറയുന്നത് കേട്ടു നോക്കാം. നീ കരച്ചിൽ നിർത്തും, നീ എക്സ്പ്ലെയിൻ എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും. കുറെ കരച്ചിൽ ഇതുവാക്കല്ല. ഇത് നീ ആക്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് സംശയമുണ്ട്. മൂക്കലല്ലോ ഒലിക്കുന്ന തുടക്ക് കൊടുക്ക, തുടക്കാതെ കൊടുക്കുക. എന്താന്ന് വെച്ചാൽ വേഗം സംസാരിക്കും. മോനെ നിന്നെ പുറത്താക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എല്ലാരും നിന്നെ പുറത്താക്കാനാണ് പറയുന്നത്, എല്ലാരും നിന്നെ പുറത്താക്കാനാണ് പറയുന്നത്. ഒരാൾ പോലും നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല, ഒരാൾ പോലും പറയുന്നില്ല. എല്ലാവരും കിക്ക് എന്ന് പറയുന്നത്, എല്ലാവരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക്. ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാ. തന്തയ്ക്ക് പിറക്കാഴിക പറയുന്നതാണ് ഇവൻ്റെ കോമഡി. നീ തന്തയ്ക്ക് ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അറിയും. കേരളത്തിലെ ഈ യുവ സമൂഹത്തിൽപ്പെട്ട ഈ തൊപ്പി എന്ന് പറയുന്നവൻ്റെ വീഡിയോസ് കാണുന്ന, അതിനെ ഫോളോ ചെയ്യുന്ന, ഇവനെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതുപോലെ ചെയ്യാൻ തോന്നിയാൽ ഇതിനൊക്കെ ആര് സമാധാനം പറയണം? നായിൻ്റെ മോനെ
പ്രായത്തിൽ കുറഞ്ഞവനാണെങ്കിൽ പോലും ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എന്നാലും ഇത് പറയാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഇങ്ങനത്തെ തോന്നിവാസം പറഞ്ഞിട്ട് അറിയാതെ പറഞ്ഞു പോയതാ, തമാശയ്ക്ക് പറഞ്ഞു പോയതാണെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത്രയ്ക്കുള്ള വളർച്ചയെ അവനുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നൊരു വിഷയമല്ലത്. ഇതും അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ഇതിനെതിരെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയൊക്കെ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുന്ന പരിപാടിക്കൊക്കെ എതിരെ ഒരു കേസ് എടുത്ത് വിട്ടില്ലെങ്കിൽ ഇവനൊക്കെ വീണ്ടും ഇത് ആവർത്തിക്കും. ഇവനൊക്കെ വീട്ടിൽ എന്താണ് കാണിക്കുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇവൻ തമാശയ്ക്ക് പറഞ്ഞാണെന്ന് പറയുമ്പോഴും അവൻ അത്രയും സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങളെ പറ്റി പറയുന്നത്. അങ്ങ് ലൈവിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അതിൽ കൂടി റീച്ച് ഉണ്ടാക്കി അതിൽ കൂടി ചാനൽ ഉണ്ടാക്കി വലിയൊരാളാവാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചെറുക്കൻ അടപടലം മൂഞ്ചിപ്പോയി. ചെറുക്കൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പണി കിട്ടി എയറിലായെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കി ഒന്ന് കേട്ട് നോക്കാം. എന്താ നിനക്ക് പറയാനുള്ളത് പറ. നീ എന്തിനാ അങ്ങനെ ചെയ്തു? അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു? ഞാനൊന്നും ചെയ്യൂല, ഞാൻ ലൈവിലൊന്നും ചെയ്യൂല. ലൈവിൽ അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ലൈവിലില്ല മമ്മൂ. അതെനിക്ക് മനസ്സിലായി. അതിന്റെ നീ നിന്റെ ഒപ്പീനിയൻ പറഞ്ഞു. റാംബോന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു. റാംബോന്റെ എന്താ അഭിപ്രായം? പിന്നെ ഇവിടെ ഒരു തീരുമാനമാക്കണ്ടേ? ആ ബുദ്ധിക്ക് പോലെ അല്ലാണ്ട് പോകണ്ട. കണ്ടില്ലേ, എല്ലാവരുടെ അഭിപ്രായം അവനെ പുറത്താക്കണത്. പക്ഷേ ജനങ്ങളോട് പറയുന്നത് കേട്ടിട്ട് പുറത്താക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അവൻ ഈ രീതിയിലേക്ക് ചിന്തിക്കാനും പറയാനായിട്ട് അവനൊരു പ്രേരണയായത് തൊപ്പി നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളൊക്കെ മുൻപ് ചെയ്തിരുന്ന പ്രവർത്തികൾ കണ്ടിട്ടാണ് അവൻ നിങ്ങളെ ഫോളോ ചെയ്തത്, നിങ്ങൾക്കൊപ്പം ഇങ്ങനെ വന്നിട്ട് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളും അതേപോലെ തന്നെ വലിച്ചെടുത്തിട്ട് അത് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങളെപ്പോലെ റീച്ച് ആവാമെന്ന് വിചാരിക്കുന്ന ഒരു പയ്യനാണ്. നിങ്ങളുടെ കയ്യിൽ അളവറ്റ പണം വരുമ്പോൾ അതുപോലെ എനിക്കും വേണമെന്നുള്ളത് യാദൃച്ഛികമായിട്ടും അവരുടെ മുന്നിലും ആ ചിന്ത വരും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലും ആ ചിന്ത വരും. ആ ചിന്തയിൽ കൂടി ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കും പണം ഉണ്ടാക്കാമെന്നുള്ള ചിന്താഗതിയിൽ കൂടി ആ ചെറുക്കം കാണിച്ചു കൂട്ടിയ പരിപാടികളൊക്കെ തന്നെയാണ്. അവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അവൻ്റെ മുന്നിൽ നിൽക്കുന്ന അവൻ കണ്ടിട്ടുള്ള വ്യക്തികളും ഇതുപോലെ ആവുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് തന്നെ വഴിതിരിച്ചു വിടും, അല്ലെങ്കിൽ വഴിതിരിഞ്ഞു പോകും. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ ഇനിയും ചെറുക്കനാണ്, പാവം പിടിച്ച കുഞ്ഞാണ്, ആരും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ള പൂശാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ അംഗീകരിച്ച് കൊടുക്കാതെ തക്കതായ ശിക്ഷ കൊടുത്ത് നല്ല അടി കൊടുത്ത് ഇവനെയൊക്കെ വീട്ടിലിരുത്തണം. ഇങ്ങനത്തെ പരിപാടി ലൈവ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ മുന്നിൽ വന്നിട്ട് പറയുമ്പോൾ ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ പറഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതാവും അറിയണം. ഇങ്ങനെ അയൽപക്കത്തെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്തു, കൂട്ടുകാരനൊപ്പം പോയി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ വരും വരായികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവന്മാർ അറിയണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തക്കതായ മറുപടി നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറുക്കനാണെന്നുള്ള പേരിൽ വിട്ടുകളയാതെ അവന് വേണ്ടുന്ന തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള തന്തയില്ലായ്മ ഒന്നും ഫോളോ ചെയ്യരുത് മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.